ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIOS +2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. 5th മൊഡ്യൂളിൽ വരുന്ന ലാസ്റ്റ് ചാപ്റ്ററാണിത്. 19th ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺലി വെൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട് ഓൺ ദി ലെഫ്റ്റ് ചേഞ്ചസ്. എന്താണ് ഈ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫിഗറിൽ നോക്കൂ. എന്താണ് കറണ്ട് ഇൻഡ്യൂസ് ആവണത് എപ്പോഴാണെന്നാണ് പറയുന്നത്? കറണ്ട് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഈ രണ്ട് സർക്യൂട്ടിലും കറണ്ട് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് കറണ്ട് ഇൻഡ്യൂസ് ആവുന്നത് എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ്? കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺലി വെൻ ദി മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദി current in the circuit on the left changes. This phenomenon in which a magnetic field induces an EMF is termed as electromagnetic induction. എന്താണ് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന EMFനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പേരിൽ ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചിട്ടുള്ള ഫാരഡേയുടെ ഒരു ലോ നോക്കാം. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്? ദ റിലേഷൻ ബിറ്റ്വീൻ ദി ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി ടേം ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് φB ലിങ്ക്ഡ് വിത്ത് ദി സർഫേസ് ഓഫ് ദി കോയിൽ. എന്താണ് ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്? നമ്മളെ ഗോസസ് ലോ പറയുന്ന പോലെ ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ എന്താണ്? ഫാരഡേൻ്റെ ലോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡും ഇൻഡ്യൂസ്ഡ് EMFും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക എന്നാണ് പറയുന്നത്? ആ ഒരു കോയിലിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് φBയും പിന്നെ ലിങ്കായിട്ടുള്ള ആ കോയിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള സർഫേസും കൂടി തമ്മിൽ നമുക്ക് അത് രണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻഡ്യൂസ്ഡ് EMFിൻ്റെയും റിലേഷൻ കണ്ടുപിടിക്കാം. അവ രണ്ടും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം എന്നാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത്. എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി ഇൻഡ്യൂസ്ഡ് EMF ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദി ടേംസ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് φB ലിങ്ക്ഡ് വിത്ത് ദി സർഫേസ് ഓഫ് ദി കോയിൽ. ഇതാണ് ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ. നമുക്ക് ആ ഇക്വേഷൻ നോക്കാം. ഫാരഡേൻ്റെ ആ മാത്തമാറ്റിക്കൽ ഫോം നോക്കാം. ആ ഒരു തിയറി അനുസരിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫോം എന്താണെന്ന് നോക്കാം. ദ മാഗ്നറ്റിക് ഫ്ലക്സ് φB ഫോർ ദി ഏരിയ എലമെൻറ്റ് DS ആസ് എന്ത് ചെയ്യാം? ആ ഒരു കോയിലിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സും ഏരിയ നമുക്ക് DS എന്നൊരു സ്മോൾ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ d(φB) നമുക്ക് എന്ത് ചെയ്യാം? B.ds കാണാം. അങ്ങനെയാണ് ഫാരഡേൻ്റെ ഫസ്റ്റ് ലോ. നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ SI യൂണിറ്റ് വരുന്നത്. ദ SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് വെബർ. WB എന്ന ഈ രണ്ട് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വെബർ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഒരു വെബർ എന്ന് പറഞ്ഞാൽ ഒരു TM² ആണ്. Faraday's law states that an EMF is induced across a loop of wire when the magnetic flux linked with the surface bounded by the loop changes with the time. എന്താണ് ഫാരഡേൻ്റെ ലോ എന്താണ് പറയുന്നത്? ഒരു കറണ്ട് ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്ത EMF ആ ഒരു ലൂപ്പിൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള
ഒരു കുറച്ച് സർഫേസിൽ ബോണ്ട് ചെയ്തിട്ടുള്ള ഒരു ലൂപ്പ് ഓഫ് വയറിൻ്റെ ഒരു വയറിൻ്റെ ലൂപ്പിലുണ്ടാകുന്ന EMF എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് ഫാരഡേ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫാരഡേസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. മറ്റേതെന്താണ്, ഫാരഡേസ് ലോ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ അതിന് മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് നമ്മൾ അവിടെ മുകളിൽ പറഞ്ഞത്. ഇവിടെ എന്താണ് ഫാരഡേസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് ഇത്. The magnitude of induced EMF is proportional to the rate of change of magnetic flux. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് പ്രൊപ്പോർഷണലാണ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ചിന് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ EMFന് ഒരു ഇക്വേഷൻ കൊടുക്കാം. EMFന് സ്മോൾ ലെറ്റർ E ആയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. E = d∅b/dt. എന്താണ്, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് 5b ആണ്. അപ്പോൾ d∅b/dt നമുക്ക് കൊടുക്കാം. ഇതാണ് ഫാരഡേസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ഇക്വേഷനും വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്, ലെൻസസ് ലോ. അടുത്തൊരു ലോ ആണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. എന്താണ് ലെൻസസ് ലോ പറയുന്നത്? When a current is induced in a conductor, the direction of the current will be such that its magnetic effect opposes the change that induced it. എന്താണ് പറയുന്നത്, ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ EMFന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതിനെ ഓപ്പോസ് ചെയ്യുന്നുണ്ട് എന്നാണ് ലെൻസസ് ലോ നമ്മളോട് പറയുന്നത്. എന്താണ് ലെൻസസ് ലോ? When a current is induced in a conductor, the direction of the current will be such that its magnetic effect opposes the change that induced it. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം ആണ് ഇവിടെ E = -d∅/dt. എന്താണ് മൈനസ് വരാൻ കാരണം, അത് കറണ്ട് എന്ത് ചെയ്യാണ്, EMFനെ ഓപ്പോസ് ചെയ്യാണ്. അപ്പോൾ EMFൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും കറണ്ട് വരുന്നത്. EMF അപ്പോൾ എന്തിനേക്കാളും, ഇപ്പോൾ പോസിറ്റീവ് E ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി കറണ്ട് EMF നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതെന്താണ്, അതിനെ ഓപ്പോസ് ചെയ്യുകയാണെന്നാണ് ഈ നെഗറ്റീവ് സൈൻ കൊണ്ട് നമ്മൾ ഇംപ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലെൻസസ് ലോ. ലെൻസസ് ലോയും അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും പഠിച്ചു വെക്കണം. ഇപ്പോൾ നമ്മൾ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, എഡ്ഡി കറൻറ്റ്സ്. Induced closed loops of currents are set up in the body of the conductor due to the change of flux linked with it. These currents flow in closed paths and in a direction perpendicular to the magnetic flux. These currents are called eddy currents, as they look like eddies or whirlpools, and also sometimes called Foucault currents, as they were first discovered by Foucault. എന്താണ് എഡ്ഡി കറൻസ് നമുക്ക് പറയുന്നത്? എഡ്ഡി കറൻസിന് മറ്റൊരു പേരാണ് ഫോക്കാൾട്ട് കറൻസ്. അത് അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഫോക്കാൾട്ട് എന്ന് പറയാൻ കാരണം, ഫോക്കാൾട്ട് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ്, അദ്ദേഹമാണ് എഡ്ഡി കറണ്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡ്ഡി കറൻസിന് അറിയപ്പെടുന്നുണ്ട്. ഫോക്കാൾട്ട് കറൻസ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എഡ്ഡീസ് ഓർ വയർപൂൾസ്, അത് എഡ്ഡീസിൻ്റെ ഷേപ്പിലാണ് അവ ഉണ്ടാകുന്നത്, കാണപ്പെടുന്നത്. എഡ്ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ചുഴലി. ഇപ്പോൾ ചുഴലി പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടുള്ള അങ്ങനെയുള്ള സ്ട്രക്ചറിലായിരിക്കും അവ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് എഡ്ഡി കറണ്ട് എന്ന പേരിൽ വരുന്നത്, അല്ലെങ്കിൽ വയർപൂൾസ് എന്ന് അറിയപ്പെടുന്നുണ്ട്.
അത് എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലോസ്ഡ് ലൂപ്പുള്ള ഇൻഡ്യൂസ്ഡ് ക്ലോസ്ഡ് ലൂപ്സ് ഓഫ് കറണ്ട് എന്ത് ചെയ്യാണ്, അവ പ്രവാഹത്തിൽ വല്ല മാറ്റമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ഒരു അവിടെയുള്ളവ അടഞ്ഞു പോകും. അങ്ങനെയുള്ള കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ടാൾ എന്ത് ചെയ്യും, ആ അടഞ്ഞ ക്ലോസ്ഡ് പാത്തിലൂടെയാണ് ഈ കറണ്ട് മൂവ് ചെയ്യുക. ഇങ്ങനെ അടഞ്ഞ ഫ്ലക്സിലെ വ്യതിയാനം മൂലം കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ, ക്ലോസ്ഡ് ലൂപ്പിൽ കറണ്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്ലക്സിലുള്ള വ്യതിയാനം മൂലം അവ തമ്മിൽ എന്ത് ചെയ്യും, അവിടെ പ്രവാഹത്തെ തടയും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ക്ലോസ്ഡ് പാത്തിലൂടെ മാഗ്നറ്റിക് ഫ്ലക്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനായിട്ട് ഫോം ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത്. എഡ്ഡി കറൻസ് നമുക്ക് എങ്ങനെയാണ് ആ പേര് വന്നത്? എഡ്ഡി അല്ലെങ്കിൽ വാൽപൂൾ. എഡ്ഡി പറഞ്ഞാൽ എന്താണ്? ചുഴലി പോലെയാണ് ഇവിടെ ഇത് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പേര് വരുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടുപിടിച്ചത് ഫോക്കാൾട്ട് എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ഫോക്കാൾട്ട് കറൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻഡക്റ്റൻസ്. എന്താണ് ഇൻഡക്റ്റൻസ്? When current in a circuit changes, a change in magnetic field is produced around it. If a part of this field passes through the circuit itself, current is induced in it. എന്താണ് ഇൻഡക്റ്റൻസ്? എന്താണ് പറയുന്നത്? ഒരു സർക്യൂട്ടിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ചുറ്റും എന്ത് ചെയ്യും? ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ്? ഒരു സർക്യൂട്ടിലുണ്ടാവുന്ന കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. അവയിൽ കുറച്ച് പാർട്ട് എന്ത് ചെയ്യാണ്? സർക്യൂട്ടിൽ തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അവയിൽ എന്ത് ചെയ്യും? ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനയാണ് ഇൻഡക്റ്റൻസ്. എന്താണ്? ഒരു സർക്യൂട്ടിൽ കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സർക്യൂട്ടിൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവയിലൊരു പാർട്ട് സർക്യൂട്ടിൽ തന്നെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കറണ്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയും. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ഇൻഡക്റ്റൻസ് എന്ന് പറയും. എന്താണ് ഇൻഡക്റ്റൻസ്? When current in a circuit changes, a changing magnetic field is produced around it. If a part of this field passes through the circuit itself, current is induced in it. By changing current in a coil, ആ കോയിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് the magnetic flux linked with each turn of the coil changes, and hence an induced EMF appears across that coil. എന്ത് ചെയ്യും? ആ കറണ്ട് കോയിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ്, ആ കോയിലിൽ ലിങ്ക്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ആ ഒരു കോയിലിന് ചുറ്റും എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF അപ്പിയർ ചെയ്യും, ഫോം ചെയ്യും. ദിസ് പ്രോപ്പർട്ടി ഈസ് കാൾഡ് സെൽഫ് ഇൻഡക്ഷൻ. ഈ ഫിനോമിന, ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എ പെയർ ഓഫ് കോയിൽസ് സിറ്റുവേറ്റഡ് ക്ലോസ് to each other such that the flux associated with one coil is linked through the other, a changing current in one coil induces an EMF in other. എന്താണ്? ഇപ്പോൾ രണ്ട് കോയിലാണ്, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് കോയിൽസ് ആണ് അവിടെ ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് അടുത്തടുത്തുള്ള പെയർ ഓഫ് കോയിൽസ് അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ രണ്ടും എന്ത് ചെയ്യും?
രണ്ടിൻ്റെയും ഫ്ലക്സ് തമ്മിൽ ലിങ്ക് ചെയ്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ചേഞ്ചിങ് കറണ്ട് ഇൻ വൺ കോയിൽ എന്ത് ചെയ്യും, ഒരു കോയിൽ തന്നെ ഉണ്ടാക്കുന്ന ചേഞ്ച് ഇൻ കറണ്ട് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. മറ്റേതിലേക്ക് ഒരു EMF, മറ്റേ കോയിലിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ട് പെയർ ഓഫ് കോയിൽസ് തമ്മിലുള്ള ഇതിനെയാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് പെയർ ഓഫ് കോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. എന്താണ്, കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈ ഈക്വൽ ടു LI. L എന്താണ്, സെൽഫ് ഇൻഡക്ഷനെയാണ്, ആ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്ഷനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്, L എന്ന ലെറ്റർ സൂചിപ്പിക്കുന്നത്. എന്താണ്, L ഈസ് കാൾഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ. L എന്താണ് പറയുന്നത്, കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ് L സൂചിപ്പിക്കുന്നത്. ദി സർക്യൂട്ട് എലമെൻറ്റ്സ് വിച്ച് ഓപ്പോസ് ചേഞ്ച് ഇൻ കറണ്ട് ആർ കാൾഡ് ഇൻഡക്ടേഴ്സ്. എന്താണ് പറയുന്നത്, ചേഞ്ച് ഇൻ കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്ന സർക്യൂട്ട് എലമെൻസിനെ നമ്മൾ ഇൻഡക്ടേഴ്സ് എന്ന് പറയും. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ടേമിൽ ഉള്ള ഫാരഡേൻ്റെ ലോ, ആ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഫാരഡേൻ്റെ ലോ എന്താ വരിക, ഫാരഡേസ് ലോ ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. If current in a loop changes, the magnetic flux linked through it also changes and gives rise to self-induced EMF between ends. എന്താണ് പറയുന്നത്, ഒരു ലൂപ്പിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവ രണ്ടും തമ്മിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, അവ രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ എന്താവും, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF തരും. അല്ലെങ്കിൽ എന്തായിരുന്നു, ഇൻഡ്യൂസ്ഡ് EMF ആയിരുന്നു. അപ്പോൾ എന്താ, സെൽഫ് ഇൻഡക്റ്റൻസ് അനുസരിച്ച് നോക്കുമ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ് അത് രണ്ടും തമ്മിലുള്ളത് കിട്ടുക. അതിൻ്റെ ഇക്വേഷൻ എന്താ, ഈക്വൽ ടു -d∅dt. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, -LdI/dt എന്ന് കൊടുക്കാം. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ഓം സെക്കൻഡ് ആണ്, അതായത് ഹെൻറി എന്നാണ് അറിയപ്പെടുന്നത് യൂണിറ്റ്. കറണ്ട് ത്രൂ ആൻ ഇൻഡക്ടർ കനോട്ട് ചേഞ്ച് ഇൻസ്റ്റൻറ്റേനിയസ്ലി. ഒരു ഇൻഡക്ടറിലുള്ള കറണ്ട് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യില്ല എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിലുള്ള സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ഡെറിവേഷനും കാര്യങ്ങളൊന്നും ആയിട്ട് പഠിക്കാനില്ല, അതൊക്കെ കട്ടാണ്. നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. L ഈക്വൽ ടു 5/I ആണ്, അല്ലെങ്കിൽ μ0n²A/L ആണ് ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് LR സർക്യൂട്ട് നോക്കാം. LR സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എ സോളിനോയിഡ് ഹാസ് ഇൻഡക്റ്റൻസ് L ആൻഡ് റെസിസ്റ്റൻസ് R. And each of these influence the current in the circuit. എന്താണ്, ഒരു സോളിനോയിഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇൻഡക്റ്റൻസും ആ ഒരു സോളിനോയിഡിന് എന്തുണ്ട്, ഒരു ഇൻഡക്റ്റൻസും ഒരു റെസിസ്റ്റൻസും ആ ഒരു സോളിനോയിഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സർക്യൂട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവ രണ്ടും എന്ത് ചെയ്യും, കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. The time taken by the current to reach about 2/3 of its steady state value is equal to by L/R, which is called the inductive time constant of the circuit. എന്താണ് ഇതിൽ പറയുന്നത്, അപ്പോൾ ഈ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു സോളിനോയിഡ് മാത്രമാണെന്നുണ്ടെങ്കിൽ അത് LR സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിലുള്ള ചേഞ്ച് ആണെന്ന് പറയുന്നത്. അതിൻ്റെ ടൈം രണ്ടിലും എത്താനെടുക്കുന്ന ടൈം
എന്താണ് പറയുന്നത്, സ്റ്റഡി സ്റ്റേറ്റിൽ ഈക്വൽ ആയിരിക്കും, L/R ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റൻറ്റ് പറയുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്? When current changes in a coil, a changing magnetic flux develops around it, which may induce EMF across an adjoining coil. എന്താണ് പറയുന്നത്? ഒരു കോയിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവക്ക് ചുറ്റും എന്ത് ചെയ്യും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അത് എന്തായിരിക്കും? ഇൻഡ്യൂസ്ഡ് EMFന് അടുത്തടുത്തുള്ള രണ്ട് കോയിലിൻ്റെ ഇൻഡ്യൂസ്ഡ് EMFന് അക്രോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഫ്ലക്സ്, രണ്ടാമത്തെ കോയിലുള്ള ഫ്ലക്സ് എന്തായിരിക്കും? MI1. ഒന്നാമത്തെ കോയിലുള്ള ഫ്ലക്സിനും മാഗ്നറ്റിക് ഫീൽഡിനും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തെന്തായി? സോളിനോയിഡ് ഹാസ് ഇൻഡക്റ്റൻസ് L ആൻഡ് റെസിസ്റ്റൻസ് R. ഈച്ച് ഓഫ് ദീസ് ഇൻഫ്ലുവൻസ് ദി കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ഒരു സോളിനോയിഡിൽ ഇൻഡക്റ്റൻസ് Lഉം റെസിസ്റ്റൻസ് Rഉം ഉണ്ടെന്നുണ്ടെങ്കിൽ അവ രണ്ടും എന്ത് ചെയ്യും? സർക്യൂട്ടിലുള്ള കറണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് E2 = -mdI/dt. അതാണ് അതിൻ്റെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ ഫോം അതാണ്. The SI യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ആൾസോ ഹെൻറി. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും SI യൂണിറ്റ് എന്താ വരുന്നത്? ഹെൻറിയാണ്. രണ്ടിൻ്റെയും SI യൂണിറ്റ് ഹെൻറിയാണ്. സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെയും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെയും യൂണിറ്റ് എന്താണ്? ഹെൻറി. അപ്പോൾ മറക്കരുത്, ഒന്നിൻ്റെ പഠിച്ചാൽ മതി, രണ്ടിൻ്റെയും സെയിം ആണ്. അപ്പോൾ ഇനി മാറാനൊന്നുമില്ല. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മാറൊന്നുമില്ല, യൂണിറ്റ് രണ്ടും സെയിം ആണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ആൾട്ടർനേറ്റിംഗ് കറണ്ട്സ് ആൻഡ് വോൾട്ടേജസ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജിൽ നമുക്ക് എന്താണ്? ഒരു വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ VM cos ωt ആൻഡ് I = കറണ്ട് എന്താണ്? IM cos ωt. വോൾട്ടേജ് VM cos ωt-യും കറണ്ട് IM cos ωt-യും ആണ്. VM ഉം IM ഉം എന്താണ്? പീക്ക് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും പീക്ക് വാല്യൂവിനെയാണ് നമ്മൾ IM എന്നും VM എന്നും സൂചിപ്പിക്കുന്നത്. എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വരുന്നത്? ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ V = VM cos ωt. ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെന്നുണ്ടെങ്കിൽ I = IM cos ωt. VM എന്താണ്? പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്. പിന്നെ I എന്താണ്? പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ആൾട്ടർനേറ്റിംഗ് കറണ്ടും ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു റെസിസ്റ്ററുമായിട്ട് AC സോഴ്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തിരിക്കും? കറണ്ടിൻ്റെ ഇക്വേഷൻ I = V/R ആണ്. വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ I = IM cos ωt കൊടുക്കുകയാണെങ്കിൽ ഇതവിടെ VM cos ωt എന്ന AC സോഴ്സ് ഒരു റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് IM cos ωt വരും. പിന്നെ AC സോഴ്സ് കണക്റ്റഡ് ടു എ കപ്പാസിറ്റർ. റെസിസ്റ്റൻസിലാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? IM cos ωt ആണ് കറണ്ട് പറഞ്ഞത്. ഒരു കപ്പാസിറ്ററിലാണ് AC സോഴ്സ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ Q = CVM cos ωt. CVM cos ωt. Since I = dQ/dt ആണ്, where we can write I = -ωCVM/dt.
CVM സൈൻ ഒമേഗ ടി. നെഗറ്റീവ് വരുമ്പോൾ കോസ് മാറി സൈൻ ആയിട്ട് മാറും. അതിൻ്റെ ഫിഗർ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് വരുന്നതും പോസിറ്റീവ് വരുന്നതും V0 ഇനീഷ്യലായിട്ട് വരുന്നതും. ഇവിടെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും രണ്ടായിട്ടാണ് നമുക്ക് ഗ്രാഫ് കൊടുത്തിട്ടുള്ളത്. വോൾട്ടേജിൻ്റെയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഗ്രാഫ്, സെക്കൻഡ് കൊടുത്തിട്ടുള്ളത് കറണ്ടിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അവിടെ കറണ്ട് VM/I/ωc സൈൻ ഒമേഗ ടി ആണ് വരുന്നത്. അപ്പോൾ XC ഈക്വൽ ടു 1/ωc which is equal to 1/2π ന്യൂ സി. അപ്പോൾ IRMS ഈക്വൽ ടു VRMS/XC. P ഈക്വൽ ടു 12ωc V² സൈൻ 2ωt. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ വെറുതെ കൊടുത്തതെന്നേ ഉള്ളൂ. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. 2 ഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോൾട്ടേജിൻ്റെയും പീക്ക് വാല്യൂവും കറണ്ടും എല്ലാം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാഫാണ് അടിയിൽ. മുകളിൽ സാധാ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ്? AC സോഴ്സ് കണക്റ്റഡ് ടു ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള AC സോഴ്സാണ്. അതിനെന്ത് ചെയ്യുക? ഇതവിടെ ഫിഗർ ഇതാ. വോൾട്ടേജ് എന്താ? VM cos ωt. കറണ്ട് എന്താ? VM/ωL സൈൻ ωt പ്ലസ് കോൺസ്റ്റൻറ്റ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ടൈമിനനുസരിച്ച് വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ രണ്ടിൻ്റെയും ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ XL എന്താ വരിക? ωL, അതായത് 2 × πVL ആണ് വരിക. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് എ മെഷർ ഓഫ് ദി extent to which the inductor limits AC current in the circuit. It depends on the inductance and the frequency of the generator. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു AC കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്ന ഒരു ഇൻഡക്ടറിൻ്റെ എക്സ്റ്റെൻറ്റിനെയാണ്, ഒരു സർക്യൂട്ടിലുള്ള ഒരു ഇൻഡക്ടറിൻ്റെ AC കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദി ഇൻഡക്റ്റൻസ് ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദി ജനറേറ്റർ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡക്റ്റൻസിനെയും ജനറേറ്ററിൻ്റെ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് സീരീസ് LCR സർക്യൂട്ട്. സീരീസ് ആയിട്ടുള്ള, അതായത് ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും കൂടിച്ചേർന്ന സീരീസ് ആയിട്ടൊരു LCR സർക്യൂട്ടിൽ നമ്മൾ AC സോഴ്സ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത്? ഇക്വേഷൻ V0/I0 ഈക്വൽ ടു √XL - XC² പ്ലസ് R² വരും. VF ഈക്വൽ ടു 1/2π√LC വരും. ദ ഫ്രീക്വൻസി ഈസ് കാൾഡ് റെസൊണൻസ് ഫ്രീക്വൻസി ആൻഡ് അറ്റ് ദിസ് ഫ്രീക്വൻസി ഈസ് ഇംപിഡൻസ് ഈസ് മിനിമം. ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഫ്രീക്വൻസിയിലാണ് എന്ത് വരുന്നത്? ഇംപിഡൻസ് മിനിമം ആയിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് ഇത്. നമുക്ക് ഒരു LCR സർക്യൂട്ടിൽ വരുന്ന പവർ കണ്ടുപിടിക്കാം. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ VM/√2 അല്ലെങ്കിൽ VM/√2Z cos φ ഏതുവാണെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് ഒരു ജനറേറ്ററിൽ വരുന്ന പവർ ജനറേറ്ററിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എ ജനറേറ്റർ ഈസ് എ ഡിവൈസ് ദാറ്റ് ക്യാൻ കൺവേർട്ട്സ് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വിത്ത് ദി ഹെൽപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. അത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സഹായത്താലാണ് അതെന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ എനർജിയെ
ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എ കണ്ടക്ടർ ഓർ എ സെറ്റ് ഓഫ് കണ്ടക്ടേഴ്സ് ഈസ് റൊട്ടേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ് അക്രോസ് ദി റൊട്ടേറ്റിംഗ് കണ്ടക്ടർ ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. The energy for the rotation of the conductors can be supplied by water, coal, diesel or gas or even nuclear fuel. Accordingly, we have hydro generators, thermal generators and nuclear reactors respectively. എന്താണ് പറയുന്നത്? ഒരു കണ്ടക്ടറോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കണ്ടക്ടറോ മാഗ്നറ്റിക് ഫീൽഡിലും വോൾട്ടേജ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റൊട്ടേറ്റിംഗ് കണ്ടക്ടർ എന്ത് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൂലം ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യാണ്. എന്തിലാണ്? വോൾട്ടേജിലും മാഗ്നറ്റിക് ഫീൽഡിലും എല്ലാം ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവയുടെ എനർജി ഓഫ് റൊട്ടേഷൻ എന്ത് ചെയ്യും? വെള്ളമായിട്ട്, കോളായിട്ട്, ഡീസലായിട്ട്, ഗ്യാസോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് വരെ അതെന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൈഡ്രോ ജനറേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ഉണ്ട്? ഹൈഡ്രോ ജനറേറ്റേഴ്സ് ഉണ്ട്, തേർമൽ ജനറേറ്റേഴ്സ് ഉണ്ട്, ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയെല്ലാം നമുക്കുണ്ട്. നമുക്ക് എ സി ജനറേറ്റർ ഓർ ആൾട്ടർനേറ്റർ. എ സി ജനറേറ്ററിൻ്റെ മറ്റൊരു പേരാണ് ആൾട്ടർനേറ്റർ എന്ന് പറഞ്ഞാൽ. നമുക്കതെന്താണെന്ന് നോക്കാം. എ ജനറേറ്റർ ബേസിക്കലി കൺസിസ്റ്റ് ഓഫ് എ ലൂപ്പ് ഓഫ് വയർ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? ഒരു ജനറേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ലൂപ്പ്, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ലൂപ്പ് ഓഫ് വയറിനെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? എ സി ജനറേറ്റർ എന്ന് പറയുക. അതാണ് എ സി. ഇപ്പോൾ ഇതാ ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കിൾ കറണ്ട് ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോ ഭാഗങ്ങളായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റൊട്ടേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് 0-ൽ നോ റൊട്ടേഷൻ ആവും. പിന്നെ 180 ഡിഗ്രിയിൽ അത് റൊട്ടേറ്റ് ചെയ്യും. പിന്നെ ഇങ്ങനെ നിന്ന് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ എന്താവും? 270 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു എ സിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ടൈമിലും എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അതാണ് എ സി ജനറേറ്റർ. ഫിഗറും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഡൈനാമോ, ഡി സി ജനറേറ്റർ. ഡി സി ജനറേറ്ററിന് പറയുന്ന മറ്റൊരു പേരാണ് ഡൈനാമോ. എ ഡൈനാമോ ഈസ് എ മെഷീൻ ഇൻ വിച്ച് മെക്കാനിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ ദി ഫോം ഓഫ് ഡയറക്റ്റ് കറണ്ട്. എന്താണ്? മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ തന്നെയാണ് ഡി സി ജനറേറ്ററിന് യൂസ് ചെയ്യുന്നത്. ബട്ട് അതെങ്ങനെയാണ്? ഡയറക്റ്റ് കറണ്ട് ആയിട്ടാണ് അത് സപ്ലൈ ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് കറണ്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഡി സി ജനറേറ്ററിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. EMFും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അതിൻ്റെ 2 ഫിഗർ റൊട്ടേഷൻ സൂചിപ്പിക്കുന്നത്, പിന്നെ EMFും കറണ്ടും വേരി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ അനുസരിച്ച് 2 കോയിലുള്ള EMFിലുള്ള DC കറണ്ടിനെ അനുസരിച്ചുള്ള ഗ്രാഫുകളൊക്കെയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ ഡി സി കറണ്ടിനെ കുറിച്ചിട്ടുള്ള. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ട്രാൻസ്ഫോമർ. ബേസിക്കലി എ ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫർ ഇലക്ട്രിക്കൽ എനർജി ഓർ പവർ ഫ്രം പ്രൈമറി വൈൻഡിങ്സ് ടു സെക്കൻഡറി വൈൻഡ്. എന്താണ്? പ്രൈമറി വിൻഡിങ്ങിൽ നിന്നും സെക്കൻഡറി വിൻഡിലേക്ക്
ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ എന്ന് പറയുക. ട്രാൻസ്ഫോമറിൽ തന്നെ ഉണ്ട് എന്ത് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഡിവൈസസിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. ബേസിക്കലി a transformer is a device which transfers electrical energy or power from primary windings to secondary wind. The reactance of the primary and secondary coil is zero. Reactance അല്ല, resistance. എന്താണ്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലുമുള്ള റെസിസ്റ്റൻസ് എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്തത് Z. There is no flux leakage so that the same magnetic flux is linked with each turn of the primary and secondary coils. And Z. There is no energy loss in the core. എന്താണ് പറയുന്നത്, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് ലീക്കേജ് ഇല്ല. ഇപ്പോൾ രണ്ട് കോയിലും തമ്മിൽ ഒരു ഫ്ലക്സ് ലീക്കേജും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, രണ്ട് കോയിലും ഈച്ച് ടേണിലും എന്തായിരിക്കും, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ്, ആ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് സെയിം ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. എന്താണ്, there is no flux leakage so that the same magnetic flux is linked with each turn of the primary and secondary coil. എന്താണ്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ഓരോ ടേണിലുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അതിനോട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താ, അവ തമ്മിലൊരു ഫ്ലക്സ് ലീക്കേജ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, എനർജി ലോസും, ആ കോറിലുള്ള ഒരു എനർജി ലോസും അവിടെ അനുഭവപ്പെടുന്നില്ല. നമുക്ക് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. എന്നാൽ 2 ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണെന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണെന്നും നോക്കാം. A step-up transformer increases the voltage in secondary windings. എന്താണ് പറയുന്നത്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ വോൾട്ടേജ് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലും, അപ്പോൾ അവിടെ എന്തായിരിക്കും, കറണ്ട് കുറവായിരിക്കും. അപ്പോൾ പ്രൈമറിയിലായിരിക്കും കറണ്ട് കൂടുതലാവുക. അപ്പോൾ പ്രൈമറിയിൽ കറണ്ട് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ആയിരിക്കും വരിക, സെക്കൻഡറിയിൽ വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ കറണ്ട് ആയിരിക്കും വരിക. അതായത് കറണ്ട് ലെസ് ദാൻ വോൾട്ടേജ് ആയിരിക്കും വരിക. അതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു പറയുന്നത്. അങ്ങനെയുള്ള ട്രാൻസ്ഫോമേഴ്സാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്താണ്, കറണ്ട് കുറവും സെക്കൻഡറി വിൻഡിങ്ങിൽ കറണ്ട് കുറവും വോൾട്ടേജ് കൂടുതലുമുള്ള ട്രാൻസ്ഫോമേഴ്സാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറവായിരിക്കും. സെക്കൻഡറി കോയിലിൽ അല്ലെങ്കിൽ സെക്കൻഡറി വിൻഡിങ്സിൽ വോൾട്ടേജ് കുറവും കറണ്ട് കൂടുതലുമുള്ള അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഡിക്രീസസ് ദി വോൾട്ടേജ്, ഇൻക്രീസസ് ദി കറണ്ട് ഇൻ ദി സെക്കൻഡറി വിൻഡിങ്സ്. നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. എന്താണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, ഈറ്റ എന്ന ലെറ്ററാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അതെന്താണ്, ഇപ്പോൾ റേഷ്യോ ഓഫ് എനർജി ഔട്ട്പുട്ട് ആൻഡ് എനർജി ഇൻപുട്ട് ആൻഡ് ഇൻറ്റു 100 ചെയ്താലാണ് നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പോകുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഈറ്റ എന്ന ആ ഒരു ഗ്രീക്ക് ലെറ്റർ. N പോലെയുള്ള, ഇവിടെ കണ്ടില്ലേ, ഈ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസിയെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു,
എനർജി ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ എനർജി ഇൻപുട്ട് ഇൻറ്റു 100. നമുക്ക് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അധികമൊന്നും ലെങ്തി ആയിട്ടില്ല. ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതോടെ നമ്മൾ 5th മൊഡ്യൂൾ, ഫിസിക്സിലെ 5th മൊഡ്യൂൾ കഴിഞ്ഞു. നമ്മൾ AC ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ കുറിച്ചാണ് സെക്കൻഡ് ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് ടോപ്പിക് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്റ്റൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 2 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ അധികമൊന്നും പഠിക്കാനില്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. വലുതായിട്ടൊന്നും അതിൽ നിന്ന് പഠിക്കാൻ വരുന്നില്ല. ബട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ആ പാഠത്തുനിന്ന് അത്യാവശ്യം കുറച്ചൊക്കെ പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ തന്നെ മതി. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമ്മുടെ 5th മൊഡ്യൂൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററും വൈൻഡ് അപ്പ് ചെയ്തു. നമുക്ക് അടുത്തൊരു മൊഡ്യൂളും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 6th മൊഡ്യൂളാണ്. അതുകൂടി പിന്നെ നമുക്ക് 2-3 മൊഡ്യൂൾസും കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. ടോട്ടൽ ഒരു 8 ചാപ്റ്റേഴ്സും കൂടിയാണ് എടുക്കാനുള്ളത്. ടോട്ടൽ ഇനി 3 മൊഡ്യൂൾസ് എടുക്കാനുണ്ട്. ഒരു മൊഡ്യൂളിൽ 2 ചാപ്റ്റർ, പിന്നെ ഒരു മൊഡ്യൂളിൽ 5 ചാപ്റ്റേഴ്സും, പിന്നെ ഒരു മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ. അങ്ങനെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ് ഇനി പഠിക്കാനുള്ളത്. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ മൊഡ്യൂളും പുതിയ ചാപ്റ്റേഴ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ ഈ എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.